ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചുരണ്ടി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക. അതിനുശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അതേപോലെ ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസായി കിട്ടും. കുറച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി എടുത്ത് വെള്ളത്തിലിടുക. ഇത് നോക്കിയ വെള്ളം എനിക്ക് ഇങ്ങനത്തെ വെള്ളമാണ് കേട്ടോ കിട്ടിയത്. ഏതായാലും കുഴപ്പമില്ല. അതിനൊരു ചെറിയ പീസ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്, പുളി, കുടമുളക്, വെല്ലം, കറിവേപ്പില, ഇഞ്ചി. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക്, ഉലുവ, പിന്നെ നമ്മുടെ ഈ സാമഗ്രികളെല്ലാം ഇടണം കേട്ടോ. അപ്പോൾ ആദ്യം വരമുളക് ഇട്ടു, പിന്നെ നമുക്ക് പച്ചമുളക് ഇടണം, പിന്നെ ഇഞ്ചി ഇടണം, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗമാണ് ഇത്. നന്നായിട്ട് എണ്ണയിൽ ഇത് നന്നായി വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് പോകുള്ളൂ. മീൻസ് പച്ചമണം. ഇതിലൊരു പച്ചമണം ഉണ്ടല്ലോ നമ്മുടെ ഇഞ്ചിക്ക്. ഇത് നന്നായി വറുത്ത് വരുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ട് വിട്ട് വരുന്ന പോലെ ഇതൊക്കെ ഉണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി ഇങ്ങനെ വറുത്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്, പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി, പിന്നെ കായപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഉലുവ ഇടാം, ഇല്ലെങ്കിൽ ഉലുവ പൊടി ഇടാം കേട്ടോ. ഏത് വേണമെങ്കിലും ഇടാം. ഞാനിവിടെ ഉലുവയാണ് ഇട്ടിരിക്കുന്നത്. ഉലുവ പൊടി ഇടുകയാണെങ്കിൽ ഈ സമയത്ത് ഇട്ടാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിനി വേണ്ടത് പുളിയാണ് കേട്ടോ. പുളി ഞാൻ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചത് നന്നായി പിഴിഞ്ഞ് അതിലൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പുളി വെള്ളത്തിലിടുമ്പോൾ തന്നെ കമ്മിയായി വെള്ളം ഒഴിച്ച് വെച്ചാൽ നല്ല കട്ടിയിൽ പുളിവെള്ളം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കുറുക്കേണ്ടി വരില്ല. പിന്നെ ഒരച്ച് ബെല്ലം ഇടുക. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വിടുക കേട്ടോ. ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് എനിക്ക് ഒരുപാട് കട്ടി തോന്നിയപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ടു. നന്നായി മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വിടുക കേട്ടോ. ഈ ശരിക്കും ഇതൊക്കെ മൺചട്ടിയിലാട്ടോ വെക്കേണ്ടത്. മൺചട്ടി വെച്ച് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാട്ടോ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാം. എൻ്റെ അമ്മയ്ക്ക് ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെയാണ് ഉണ്ടാക്കി തന്നത്. അപ്പോൾ തന്നെ ഞാൻ കുറുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നാളേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. ശരി അപ്പോൾ.